എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് കാര്യം പറയാം. ഹിദായത്ത് സ്കൂളിലെ ബഡ്ജറ്റ് അവതരണമാണ്, പിന്നെ കമ്മിറ്റി ചേഞ്ചസും. അപ്പോൾ കേപ്പിൻ്റെ സ്കൂളായി മദ്രസയായി എല്ലാം കൂടി ഒന്നിച്ചുള്ളതാണ് ആ സ്ഥാപനം. അതാണ് ഇന്ന് കോർപ്പറേറ്റിൻ്റെ കയ്യിലുണ്ടായിട്ട് അലാക്കിൻ്റെ അവലും കഞ്ഞിയായത്. അപ്പം മുൻബാക്കി വരവുകൾ അടവക്ക് മുൻബാക്കി ക്യാപിറ്റൽ എമൗണ്ട് 10, 100, 1000, 10,000 12,722 റുപ്യാണ്. പക്ഷേ വരവ് വന്നത് നോക്കിയേ, നല്ല 1 കോടിയെല്ലാം വന്നില്ലേ? പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ പിക്ചർ അടക്കം കൊടുക്കുക. അങ്ങനെ എന്തെല്ലാം ബഡ്ജറ്റ് അവതരിപ്പിച്ചിന് ഇതേപോലെ ഫോട്ടോ കിട്ടുന്ന ഇന്ത്യൻ സിറ്റിസൺ പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്ത് തരും. ടീച്ചേഴ്സ് ഡൊണേഷൻ ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർമാരുടെ അടുത്ത് 40 ലക്ഷം 50 ലക്ഷം വാങ്ങുന്നത്. അപ്പോൾ 10, 100, 1000, 10,000 ലക്ഷം, 10 ലക്ഷം. അപ്പോൾ ഒരു ടീച്ചറെ വന്നിട്ടില്ലോ. അങ്ങനെ എന്തെല്ലോ കണക്കും കാര്യങ്ങളുണ്ട്. അതൊന്നും ഇതിൽ വിളിച്ചു പറയാൻ കഴിയില്ല, കാരണം അല്ലെങ്കിൽ തന്നെ അടി തീർന്നിട്ടില്ല. പിന്നെ ആ ദേഷ്യം കൊണ്ട് വേഗം വന്നിട്ട് കുത്തി കഴിഞ്ഞാൽ ബാക്കി പറയാൻ കഴിയില്ല. അപ്പം ചിലവുകൾ ചിലവ് അങ്ങ് കൂട്ടി. എന്താ ചിലവ് നോക്കിയാൽ സ്റ്റാഫ് സാലറി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇലക്ട്രിസിറ്റി ബില്ല്, സെക്രട്ടറിക്ക് തിരിച്ചും കൊടുത്തിനോലോ. പല വക വേണ്ട, നിങ്ങൾക്കൊന്നും അറിയില്ല അത് എന്ത് വകയെന്ന് നിങ്ങൾക്ക് തന്നെ തിരിയില്ല. പല വക എന്താന്ന്. അങ്ങനെ മലയാളത്തിൽ 56 അക്ഷരമുണ്ട്. കുറേ കാര്യം ഇംഗ്ലീഷിലെഴുതു, കുറേ കാര്യം മലയാളത്തിലെഴുതു. അപ്പോൾ പള്ളി മദ്രസ ചിലവുകൾ, മദ്രസ അഡ്മിഷനും ചിലവ് തന്നെ. എല്ലാം ചിലവ് തന്നെ. എന്തൊരു കാര്യമല്ല. EK, AP, സലഫി, മുജാഹിദ്, ഷിയ എന്തെല്ലാം ടീമാണ് മാപ്പിള സ്കൂളിനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ മാപ്പിള സ്കൂൾ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ പൊങ്കാലിടാൻ ഇന്ത്യൻ സിറ്റീസിൻ്റെ അടുത്ത് വരണ്ട. പുതിയ കമ്മിറ്റി വന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി പുതിയത് വന്നു കഴിഞ്ഞാൽ പരാതി കൊടുക്കുക, എല്ലാവരെയും ചോദ്യം ചെയ്യുക, എല്ലാവരും തത്ത പറയുന്ന പോലെ പറയൂ. കാരണം ജുഡീഷ്യറിയും പോലീസും ഈ നാട്ടിലുണ്ട്. പ്രജാരാജ്യം എന്നല്ല. ഒരാളിപ്പോൾ പ്രജാരാജ്യം പറഞ്ഞിട്ട് അടക്കുകയാണ്. പ്രജാരാജ്യം എന്നല്ല, ജനങ്ങളുടെ രാജ്യമാണ്. അപ്പോൾ ജനങ്ങളുടെ രാജ്യത്ത് ഈ പുതിയ സെലക്ഷൻ വന്നതിൽ പെണ്ണുങ്ങളും കൂടി കയറണം എന്നാണ് ഇന്ത്യൻ സിറ്റിസൻ്റെ അഭിപ്രായം. കാരണം സമത്വം എന്നുള്ളത് ഉണ്ടാവണം. കാരണം ചില ആൾക്ക് ചില വിധവകളുണ്ടാവും. അപ്പം ചില ആൾ കല്യാണം കഴിക്കാണ്ടുണ്ടാവും. ചില ആൾക്ക് ഇപ്പോൾ കല്യാണം ഒന്നും കഴിക്കണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങളെ ടാലൻറ്റ് ഇതിൽ ഉപയോഗിക്കുക. അപ്പോൾ 27 എല്ലാവരും ആണുങ്ങളാകരുത്. അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. കാരണം 27 ആൾക്കാരെല്ലാം ലിസ്റ്റ് വന്നത് കിട്ടിയിട്ടില്ല. അപ്പം ലേഡീസും അതിൽ കയറണം. യൂണിസെക്സ് സെലക്ഷൻ.